നേവി PRO അതുൽ പിള്ള മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. നമുക്ക് അറിയാൻ കഴിയും 18 പേരും ലൈഫ് റാഫ്റ്റിലായിരുന്നു. ഷിപ്പിനെ അബാൻഡൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ 4 പേര് മിസ്സിങ്. ആസ് ഓഫ് നോ ഇപ്പോഴും മിസ്സിങ്. സോ എന്നുള്ള സെർച്ച് നടന്നുകൊണ്ടിരിക്കും. സാർ, ഈ ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ ഷിപ്പിൻ്റെ പരിസരത്താണോ ഉള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു? അതൊക്കെ എങ്ങനെയാണ്, ആശുപത്രിയിലെ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? അവർ ഈ ഷിപ്പിനൊരു ഏജൻറ്റ് ഉണ്ട്. സോ ആ ഏജൻറ്റിൻ്റെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മംഗളൂർ തമ്മിൽ ഏജൻറ്റിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഈ ഫർദർ ആക്ഷൻസ് ഏജൻ്റ് ആയിരിക്കും എടുക്കുന്നത്. അവരുടെ മെഡിക്കലും ഇതൊക്കെ പ്രിലിമിനറി മെഡിക്കൽ ഈ സൂറത്ത് പറഞ്ഞ ഷിപ്പിലെ ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ട്, ഡോക്ടറുണ്ട്, മെഡിക്കൽ അസിസ്റ്റൻസ് ഉണ്ട്, സ്റ്റാഫുണ്ട്. അവരെല്ലാം പ്രിലിമിനറി മെഡിക്കൽ ഒക്കെ കൊടുത്തിട്ട് അവരെ മംഗളൂരത്തിൽ നിന്നുള്ള ഹാൻഡ് ഓവർ ചെയ്ത്. ഓയിൽ സ്പില്ല് ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ തവണ മത്സരിച്ച് പെട്ടെന്ന് തന്നെ ഓയിൽ സ്പില്ല് ഉണ്ടാകുക, 2 നോട്ടിക്കൽ മൈലുള്ള അത് പടരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തവണ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫയർ ബോൺ ആണ്, അപ്പോൾ ഓയിൽ സ്പില്ല് ഉണ്ടായിട്ടുണ്ടെന്നൊരു നിഗമനം ഉണ്ടോ? കഴിഞ്ഞ വട്ടം ഷിപ്പ് സ്റ്റിൽറ്റഡ് ആയിരുന്നു, സ്റ്റേബിൾ അല്ലായിരുന്നു. ഇന്നിപ്പോൾ ഷിപ്പ് സ്റ്റേബിളാണ്, പക്ഷേ തീ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതുവരെ ഇന്നിപ്പോൾ രാവിലത്തെ ഏരിയൽ ഫോട്ടോഗ്രാഫി കഴിഞ്ഞിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓയിൽ സ്പിൽ ഉണ്ടോ അതോ ഇല്ലയോ എന്ന് ആ ഏരിയയിൽ. സാർ, അതോടൊപ്പം തന്നെ ഇതിൽ കണ്ടെയ്നറുകൾ 670ഓളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ തീയുടെ ഒരു അവസ്ഥ? അത് കൂടിക്കൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നുണ്ടോ? നമുക്ക് എന്താണ് സാറിന് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന ഒരു വിവരം? ഇന്നിപ്പം രാത്രിയിൽ അവർ എങ്ങനെയെങ്കിലും വെള്ളം അടിച്ചിട്ട് സ്പ്രേ ജെറ്റ് ചെയ്തിട്ട് കൂൾ ഡൗൺ ചെയ്യുമായിരുന്നു ഷിപ്പിനെ. അത് അഡ്ജോയിനിങ് എന്ന് വെച്ചാൽ ഫയറിനെ സ്പ്രെഡ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അതായിരുന്നു മെയിൻ പർപ്പസ്. സോ അതിപ്പം രാവിലെ നമുക്ക് ഈ ഏരിയൽ ഫോട്ടോഗ്രാഫി ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എത്ര സ്പ്രെഡ് ആയിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് ഇതിനകത്തുള്ള കെമിക്കൽ എന്താണെന്ന് അറിഞ്ഞാൽ അതനുസരിച്ചുള്ളൊരു പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കില്ലേ? അത് ആദ്യം ഏത് കെമിക്കലായാലും ഒരു ഫയർ എന്നല്ലോ, അപ്പോൾ ഫയറിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ്. അപ്പം ആ ഫയറിന് ഒരു ഇതേ ഉള്ളൂ, കൂൾ ഡൗൺ ചെയ്യുക, ബേണിംഗ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുക, ഓക്സിജനെ കട്ട് ചെയ്യുക. സോ ഇങ്ങനെ ഇത്രയും ഒരു ഏരിയയിൽ ഓക്സിജൻ കട്ട് ഇറ്റ് ഇസ് പോസിബിൾ അല്ല. സോ നമുക്ക് കൂൾ ഡൗൺ ചെയ്തിട്ട് മുമ്പോട്ട് ടെമ്പറേച്ചർ കുറച്ചിട്ട് ഫയറിനെ സ്പ്രെഡ് ചെയ്യാതെ നോക്കാനുള്ളതാണ് മെയിൻ. ഫയർ ഫൈറ്റിംഗ് പ്രോസസ്സ് ഒന്ന് പറയാമോ? എന്താണ് പ്രോസസ്സ് എന്ന്? ഈ കോസ്റ്റ് ഗാർഡ് ഷിപ്സിലൊക്കെ ഈ ഹൈ വാട്ടർ ജെറ്റ് വാട്ടർ പമ്പ്സ് ഉണ്ട്. സോ അത് വെച്ച് അവർ വെള്ളം സ്പ്രേ ചെയ്യും. ഈ ഫയർ എന്താ സിറ്റ് ഓഫ് ഫയർ എന്ന് പറയും, ഫയർ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ആവുന്നത് വെച്ചാൽ. പക്ഷെ അതുവരെ എത്തണം. അത് ഇപ്പോഴത്തെ സമയത്ത് തീ പിടിച്ചതുകൊണ്ട് ഷിപ്പൊക്കെ ഇച്ചിരി ഹോട്ട് കണ്ടീഷനിലായിരിക്കും. സോ ഒരാൾക്ക് അതിൻ്റെ മണ്ടയ്ക്ക് പോയി എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള ഇതില്ല. അതുകൊണ്ട് ആദ്യം കൂളിംഗ് ഡൗൺ ചെയ്യുന്നത്, അഡ്ജോയിനിങ് ഷിപ്സ് കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പോകുമ്പോൾ. ഷിപ്പ് റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റാൻ സാധ്യതയുണ്ടോ? ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ? അത് സാൽവേജ് മാസ്റ്റർ ഡിസൈഡ് ചെയ്യും.